എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ അജിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബിഗ് ബോസ് താരം മനീഷയായിട്ടുള്ളത്. അതിനകത്ത് വളരെ നോൺസെൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അടുത്തൊരാളുടെ അവിഹിതം അറിയുക, അയാളുടെ ബ്രേക്കപ്പ് അറിയുക, അയാളുടെ വിഷമത്തിൽ കുത്തി നോവിച്ച് റീച്ച് ഉണ്ടാക്കുക, ഇതൊക്കെ ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഈ മനീഷയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം അതെല്ലാവരും ചെയ്ത് നിങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇവൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ബോധമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ഞെക്കുക, ആ ബെല്ലൈക്കണിലൂടെ നീക്കിക്കോ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വരും. ഈ മുഖം ഇടയ്ക്ക് കാണണമെന്നൊരു പോരായ്മ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. പോകെ ശീലമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. വിഷയത്തിലേക്ക് കിടക്കുമ്പോഴത്തേനും ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുകൾ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കും. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുകളിൽ പല ആളുകളെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ അറിയത്തില്ല, ഇൻ്റർവ്യൂവിന് ഇരുന്ന് കൊടുക്കുന്ന ആളെ നമുക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ചെറിയൊരു പബ്ലിക് ഫിഗർ പോലെ ഒരു പേഴ്സണാലിറ്റി അവരൊന്ന് ബൂസ്റ്റപ്പ് ആയി കഴിഞ്ഞാൽ അപ്പോഴേ ഇൻ്റർവ്യൂ കൊടുക്കും. ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കുഞ്ഞു ആൾക്കാരാണല്ലോ, അപ്പോൾ അവർ നമുക്ക് എന്തും പറയാമല്ലോ എന്നുള്ള രീതിയിൽ അവരോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ കുറേ നാളുകൊണ്ട് യൂട്യൂബിൽ കണ്ടുവരുന്നത്. ഇതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിന് വരുന്ന കൂടുതൽ ആൾക്കാരും ഒരു ചെറിയ എമൗണ്ട് റെമ്യൂണറേഷനായിട്ട് വാങ്ങിയിട്ടായിരിക്കും അവർ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അതിനനുസരിച്ചുള്ള റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ച് ചാനലിൻ്റെ റീച്ചിനെ ബൂസ്റ്റപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് തന്നെ വരാം. നമ്മുടെ അജിൻ്റെ ഇൻ്റർവ്യൂ ജസ്റ്റ് അത് ഞാനൊന്ന് ഓടിച്ച് വിട്ടിട്ട് നമുക്ക് അതങ്ങ് വിടാം, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കയറാം. നിങ്ങൾ ഏതായാലും അതൊന്ന് കണ്ടിട്ട് വാ. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കോ, ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ? ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറഞ്ഞ അമ്മയോടല്ല, മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അഭിനേത്രി മാത്രമല്ല. എന്റെ പൊന്നടാവേ, നിനക്ക് ഉളുപ്പുണ്ടോ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കാൻ? അതായത് ഒരാളോട്, ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ എന്തെങ്കിലും ഇപ്പോഴത്തെ ഈ പറയപ്പെടുന്ന പോലെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നെങ്കിൽ അതിന് മാന്യമായിട്ടൊരു റിപ്ലൈ അവർ തന്നേനെ. അതിന് പകരം ഇവൻ ചോദിച്ച ചോദ്യം നിങ്ങളുടെ അവസരത്തിന് വേണ്ടി ആരെങ്കിലും വാതിലിൽ മുട്ടിയപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവൻ ചോദിച്ചത്. ഇതിന് പിന്നെ എങ്ങനെയാണ് ഇവർ റെസ്പോണ്ട് ചെയ്യേണ്ടത്? എന്നിട്ട് ഇവൻ കിടന്നങ്ങ് ന്യായീകരിക്കുക. പിന്നെ എൻ്റെ ചോദ്യമാണോ തെറ്റ്? ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോലെ. നീ ചോദിച്ച ചോദ്യം 100ൽ 180% തെറ്റാണ്. അവരുടെ ലേഡിയാണ്. ലേഡി അല്ലെങ്കിൽ പോലും നീ വിളിച്ചു വരുത്തിയ നിങ്ങളുടെ ചാനലിൻ്റെ ഗസ്റ്റാണ് അവർ. ആ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുകയല്ല വേണ്ടത്. ആ ഗസ്റ്റിന് അവരെ അർഹിക്കുന്ന മര്യാദ കൊടുക്കലാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ സാധനത്തിൻ്റെ പ്രൊമോ കട്ടെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കൊളാബായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നീ ഒരാളോട് ചോദിക്കുമ്പോൾ അവർ തരുന്ന റെസ്പോൺസ് ഏറ്റെടുക്കാനും കൂടെ നീ ബാധ്യസ്ഥനായിരിക്കണം. അവർ തിരിച്ച് നിൻ്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോഴും നിൻ്റെ പെങ്ങൾക്ക് പറഞ്ഞപ്പോൾ അവർ മോശമായിട്ടല്ല പറഞ്ഞത്, നീ ഇങ്ങനത്തെ ചോദ്യം അവരോട് ചോദിക്കുമോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഇവന് കൊണ്ടു. അതായത് സ്വന്തം ആൾക്കാരെ പറയുമ്പോൾ കൊള്ളും, ഇവൻ ആരോട് വേണേലും എന്ത് തോന്നിവാസവും പറയാമെന്നൊരു സാഹചര്യത്തിലാണ് ഇവൻ്റെ ഇത് പോകുന്നത്. പിന്നെ ഇവർ ഈ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് ഇവർക്ക് തമ്മിൽ നേരത്തെ അറിയാമെന്നുള്ള കാര്യം, നല്ല രീതിയിലുള്ള ബന്ധമുണ്ടെന്നുള്ള കാര്യം. എന്ത് ബന്ധമുണ്ടെങ്കിലും പൊന്നു മോനെ, ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴത്തേനും അവരുടെ പ്രൊഫൈൽ എന്താണ്, ബേസിക്കലി അവരെന്താണെന്ന് നീ ഒന്ന് പഠിക്കണം. നീ അത് പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം, കണ്ടിട്ട് വാ. ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യത്തിനാണോ തെറ്റ്? ഉറപ്പായിട്ടും നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ?
നിങ്ങളത് കണ്ടോ? എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളവരുടെ ചോദ്യത്തിന് അവന് മറുപടിയില്ല. ആ മറുപടി ഇല്ലാത്തതിനാണ് ഞാൻ ചോദിച്ച ചോദ്യമാണോ തെറ്റ് എന്നുള്ള കാര്യം ഇട്ടതിനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നത്. നന്നായിട്ട് അത് മാനേജ് ചെയ്തു. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. പൊന്നെ നീ അത് പഠിച്ചിട്ടില്ല, നിനക്ക് അവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിയായിരിക്കും, പക്ഷേ അവരുടെ പ്രൊഫഷണലി അവരുടെ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നിനക്ക് അറിയില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കിടന്ന് അതിനകത്തിരുന്ന് മെഴുകിയത്. ഇതിനകത്ത് ഇവൻ്റെ അമ്മയോട് ഈ ചോദ്യം ചോദിക്കുമോ, പെങ്ങളോട് ഈ ചോദ്യം ചോദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തിരിച്ചു പറയുന്നുണ്ട്, എൻ്റെ അമ്മയും പെങ്ങളും സിനിമാ മേഖലയിലല്ലാന്ന്. സിനിമാ മേഖലയിൽ മാത്രമേ ഈ പ്രശ്നം നടക്കുന്നുള്ളതായിട്ട് നിനക്കറിയത്തുള്ളൂ. നീ തന്നെ പലരെയും ഇൻ്റർവ്യൂ ചെയ്ത് സിനിമാ മേഖലയിൽ അല്ലാത്തവരോട് പോലും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ്? സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ പ്രശ്നം, സിനിമാ മേഖലയിൽ പ്രശ്നമുള്ളവരുണ്ട്, പ്രശ്നമില്ലാത്തവരുണ്ട്, നല്ല രീതിക്ക് പോയ പല ആളുകളുണ്ട്. ഇനി ഇവൻ്റെ ഇൻ്റർവ്യൂവിൽ ഈ മനീഷ എന്ന് പറയുന്ന ഇവർ തന്നെ ഇവൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുന്നൊരു ബേഷ് സാധനമുണ്ട്, കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവൻ്റെ ബാക്കി ഇൻ്റർവ്യൂകളിലേക്ക് പോവാം. എന്ത് മൂളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവൻ വളരെ ഊള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഊള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇവൻ ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂസും ചെയ്തിട്ടുണ്ട്. പല ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ യൂട്യൂബിൽ നടന്നു വരുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വരുന്ന ഗസ്റ്റിനെ അപമാനിക്കുക, ഇൻസൾട്ട് ചെയ്യുക, അവരെ ട്രിഗർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. ഇതാണ് ഇവനിപ്പോൾ ഒരു വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ വരുന്ന ഗസ്റ്റിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും, അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, അവർക്ക് പറയാൻ താല്പര്യമില്ലാത്തതിനെ കുത്തി ചോദിക്കും, അവരുടെ അഭിഹിതം ഇവനറിയണം, അവരുടെ ബ്രേക്കപ്പ് ഇവനറിയണം. ഇവൻ ഒരു ഗസ്റ്റിനെ വിളിച്ച് വരുത്തി ഇൻസൾട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടുവാ വിവാഹ ജീവിതം. ഇന്നോടൊപ്പമുള്ളത് നിങ്ങളെ ഇവരെ കാണാൻ ആഗ്രഹിക്കുന്ന അംജിക്കയും പേരുമാണ് ഹിലയാണ്. നമസ്കാരം. ഇത് അവർ വളരെ ചിരിച്ച് തമാശയായിട്ട് എടുത്തെങ്കിൽ പോലും ആ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അവൻ ചെയ്തത്. കാരണം ഹസ്ബൻഡിനുള്ള ഇൻട്രോ അവൻ കൊടുത്തു, എന്നിട്ട് ഇവരുടെ പേര് അവർ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ അത് പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഗസ്റ്റിന് എന്ത് തരത്തിലുള്ള ഇൻസൾട്ട് അതിനകത്തുണ്ടാകും. അവരത് ഫണ്ണായിട്ട് അങ്ങ് വിട്ടു എന്നുള്ളത് നിൻ്റെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ഇനി ഇവൻ്റെ ഈ അവിഹിത കഥകൾ അറിയാനുള്ള സാധനം, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. ഇവൻ ഇതിന് മുമ്പ് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടുവാ. അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഞാനത് ചോദിക്കാൻ കാരണം അഖിൽമാരാർ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളല്ലേ? ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക? എന്റെ പേര് അയാളെടുത്തോ, എന്റെ പേരെടുത്തോ, ശരണ്യ എന്ന് പറഞ്ഞെടുത്തോ. സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു പേരും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേര് എല്ലാം വലിച്ചെടുത്ത് ദൂരെ ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാണ് എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ്. ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത്? ആണോ? അപ്പൊ അത് ചോദിച്ചാൽ മതി. കണ്ട, ഇവൻ ഇത്തരത്തിലൊരു വിഷയം കിട്ടാനിരിക്കുകയായിരുന്നു ഇവൻ്റെ ഉള്ളിലുള്ള സാധനം വലിച്ച് പുറത്തോട്ടിടാൻ. പിന്നെ ഇത് കാണുന്ന എല്ലാവരോടും ചോദിക്കും. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അതിൻ്റെ ചുവടെ പിടിച്ച് ചോദിച്ചു. ഇത് പറഞ്ഞതിന് അഖിൽമാരാറുടെ പേര് വലിച്ചിട്ടതിന് അഖിൽമാരാർ ഇവൻ്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്ക് വരെ വിളിച്ചതാണ്. ഇവൻ തിരിച്ച് കിടന്ന് മെഴുകുന്നുണ്ട്. അഖിൽമാരാർ ഒരിക്കലും അതിനകത്ത് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് നീ പ്രോപ്പറായിട്ട് ആ വീഡിയോ കേൾക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അഖിൽമാരാറുടെ വീഡിയോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇത് മാത്രമല്ല, ഇവന് ബ്രേക്കപ്പ് സ്റ്റോറികൾ അറിയുന്നതിലും ആരുടെയെങ്കിലുമൊക്കെ ഫേക്ക് ആയിട്ടുള്ള ന്യൂഡ് വീഡിയോസ് റിലീസായെങ്കിൽ അതിനെക്കുറിച്ച് ചകഞ്ഞ് ചോദിക്കാനും മറ്റുള്ളവരുടെ വിഷമത്തിൽ കുത്തി ചോദിക്കാനും ഒക്കെ ഭയങ്കര ആവേശമാണ്. ഞാൻ ഒരു സാധനം കാണിച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് കണ്ടുവാ. ഇറങ്ങിയ സമയത്ത് ഈ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയ സമയത്ത് ആരും കൂടെ ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. ശരിക്കും ആ ഒരു കഥ എന്തോന്ന് പങ്കുവെക്കാം നമ്മളോട്. അപ്പൂസ് അറിഞ്ഞത് എപ്പോഴാ ഇത് ഷെയർ ആയി വന്നോ? ഒരുപാട് ഒത്തിരി പേര് എന്നെ വിളിച്ച്, ഒത്തിരി ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് വിളിച്ച് ഇന്ന പോലെ വീഡിയോ ഇറങ്ങി, ഈ വിളിച്ച് പറയാൻ ഒത്തിരി പേര് ആൾക്കാരുണ്ടായിരുന്നു. വീഡിയോ കണ്ടുകൂടി പറയുന്നത് ശരിക്കും ആ കണ്ണുകളിലുണ്ട് കേട്ടോ വിഷമം. അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ പോലും അപ്പൂസിന്റെ വേണ്ടി അവരെന്നെ സഹായിക്കുമെന്നായിരുന്നു. അപ്പൂസെ ഉണ്ടായിരുന്നു, ആർക്കും അറിയായിരുന്നു അവര്. നിങ്ങൾ ഈ രണ്ട് വീഡിയോ ഇപ്പം ഞാൻ പ്ലേ ചെയ്തതും കണ്ടെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ആദ്യത്തേൽ അവൻ ചോദിക്കുന്ന കേട്ടോ, അവൻ ചോദിച്ച ചോദ്യമേ തെറ്റ്. എന്നിട്ട് അതിന് റെസ്പോണ്ട് വരുമ്പോഴത്തേനും എടീ നിൻ്റെ വീഡിയോ ഇറങ്ങിയടി എന്ന് പറഞ്ഞിട്ട് അവൻ സാധനമുണ്ട്. അത് അവരെ ബേസിക്കലി ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് അവനത് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വരുമ്പോഴത്തേനും അവർ അത് പറഞ്ഞു തുടങ്ങി, അവർ വിഷമിച്ചു, കരഞ്ഞു തുടങ്ങിയപ്പോൾ കൂടുതൽ ട്രിഗർ ചെയ്യാണ് കരയാൻ വേണ്ടിയിട്ട്. കണ്ണുകളിലുണ്ട് ആ വിഷമം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൂടുതൽ ഇമോഷണലി ഉള്ള സാധനം കയറ്റിയിട്ട് തരികയാണ്, കൂടുതൽ കരയാൻ. നല്ല പ്രോഗ്രാം റീച്ച് ഉണ്ടാവും. ഇവൻ്റെ ബേസിക് സാധനം എന്താണെന്നറിയോ, 2 3 പാർട്ടായിരിക്കും ഇൻ്റർവ്യൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ
അതിൻ്റെ എൻഡിങ്ങിൽ ഇത്തരത്തിലൊരു സാധനം ഇവൻ ഡ്രോപ്പാക്കി ഇടും. അതായത് നെക്സ്റ്റ് എപ്പിസോഡ് ആൾ കാണണമല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോയിൽ കൊടുക്കാൻ ഒരു കോൺട്രവേഴ്സി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സാധനം ഇടുന്നത്. എന്നിട്ട് സെക്കൻഡ് ഇതിനകത്ത് ഇത് കുറച്ചും കൂടെ വലിച്ചു നീട്ടിയാൽ കൊണ്ടുപോകും. ഇതിനകത്ത് ഇവൻ ആൾക്കാരെ ചൊറിയലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ ശരിക്കും റോഹൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് നീ പഠിക്കണം എങ്ങനെ ചൊറിയേണ്ടതെന്നുള്ള. അവൻ വ്യക്തിപരമായി ഒരു തരത്തിലും ഇൻസൾട്ട് ചെയ്തില്ല. പറയുന്ന ക്വസ്റ്റിനെ പിടിച്ചിട്ടാണ് അവൻ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നീ അവനെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ മാന്യമായിട്ട് മര്യാദയ്ക്കുള്ള ഇൻ്റർവ്യൂ എടുക്കണം. ഈ ഇത് കാണുന്ന ഏതെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ നിങ്ങളുടെ ചാനലിൽ വരുന്നവർ നിങ്ങളുടെ ഗസ്റ്റാണ്, അവരെ ഇൻസൾട്ട് ചെയ്ത് വിടരുത്. ഈ അജിനെ പോലുള്ളവരെ നിങ്ങളുടെ ചാനലിൽ നിന്ന് എടുത്ത് മാറണം. നിങ്ങളുടെ ചാനലിന് ഇത് റേറ്റിംഗ് അല്ല ഉണ്ടാക്കുക, നിങ്ങളുടെ ചാനലിൽ നല്ല ചീത്തപ്പേരാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂസാണ് ഇവൻ ഉണ്ടാക്കുന്ന. എല്ലാവരോടും ഇത്തരത്തിലുള്ള മോശം ക്വസ്റ്റ്യൻസാണ് ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സ്വകാര്യതയിലേക്ക് കൈ കടത്തുന്ന സാധനങ്ങളല്ല അവരോട് ചോദിക്കേണ്ടത്. അവർ പറയാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഇത് ഇവൻ മാത്രമല്ല കേട്ടോ, യൂട്യൂബിലെ മിക്ക ഇൻ്റർവ്യൂ ചാനൽസും ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.